ത്രില്ലർ രചനകളുടെ നായകനായി അറിയപ്പെട്ടിരുന്ന ഫെഡറിക് ഫോർസിത്തിന് വിട നൽകി ലോകം. 86 വയസ്സിലായിരുന്നു അന്ത്യം. 25-ലധികം ത്രില്ലർ നോവലുകളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയം കവർന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഫെഡറിക് ഫോർസിത്ത്. ഫിക്ഷനിലൂടെ യഥാർത്ഥ സംഭവങ്ങൾ പറയുന്ന ഫോർസിത്തിന്റെ ദ അഫ്ഗാൻ എന്ന നോവൽ കേരളത്തിലും വിവാദം സൃഷ്ടിച്ചിരുന്നു. വിഖ്യാത എഴുത്തുകാരനായ ഫെഡറിക് ഫോർസിത്ത് കേരളം സന്ദർശിച്ചിട്ടില്ല. കേരളവുമായി മറ്റു ബന്ധങ്ങളും ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നോവലിലെ ഒരു പരാമർശം കേരളത്തിൽ വിവാദമായിരുന്നു. 2006 ഫെഡറിക് പ്രസിദ്ധീകരിച്ച ദി അഫ്ഗാൻ എന്ന നോവലിലെ പരാമർശമാണ് വിവാദമായത്. ഒരു കാലത്ത് കമ്മ്യൂണിസത്തിന്റെ കേന്ദ്രമായിരുന്ന കേരളം പിന്നീട് ഭീകരത വളരുന്ന പ്രദേശമായി എന്നായിരുന്നു നോവലിൽ ഫെഡറിക് ഫോർസിത്ത് എഴുതിയത്. അൽ-ഖയ്ദ കേന്ദ്രത്തിലെ 2 മലയാളികളായ കഥാപാത്രങ്ങളെക്കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ തടവിലുള്ള മുൻ താലിബാൻ കമാൻഡർ ഇസ്മത്ത് ഖാൻ എന്ന വ്യാജേന അതേ രൂപസാദൃശ്യമുള്ള വിരമിച്ച ബ്രിട്ടീഷ് കേണലിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുന്നു. 8 പ്രമുഖ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന G8 ഉച്ചകോടിക്ക് വേദിയായ കപ്പൽ സ്ഫോടനത്തിൽ തകർക്കുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് കേണൽ തിരിച്ചറിയുന്നു. ഈ ഭീകര സംഘത്തിലെ 2 പേർ മലയാളികളാണെന്ന് നോവലിൽ എഴുതിയതാണ് ഇവിടെ ചർച്ചയായത്. ഫെഡറിക് ഫോർസിത്തിന്റെ എഴുത്തിലെ പ്രത്യേകതയാണ് യഥാർത്ഥ സംഭവങ്ങളെ അതേപടി നോവലിലും ചിത്രീകരിക്കുക എന്നത്. അതിൽ സത്യത്തിന്റെ അതിർവരമ്പുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നിയതമായ ആഗതിയുള്ളവയല്ല അദ്ദേഹത്തിന്റെ എഴുത്തിലെ പ്രതിപാദ്യങ്ങൾ. ഭയപ്പാടുണ്ടാക്കുന്ന ഫിക്ഷനുകൾ എഴുതുമ്പോഴും ചരിത്ര വസ്തുക്കളുടെ പിൻബലം അദ്ദേഹം സ്വീകരിക്കാറുണ്ടായിരുന്നു. ബെൽറ്റ് ബോംബ് എന്ന ആശയം രൂപം കൊണ്ടത് ഫോർസിത്തിന്റെ നെഗോഷിയേറ്റർ എന്ന നോവലിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 1938 ഇംഗ്ലണ്ടിലെ കെന്റിലാണ് ഫെഡറിക് ഫോർസിത്ത് ജനിച്ചത്. പഠനശേഷം അദ്ദേഹം 19-ാം വയസ്സിൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ പൈലറ്റായി. ഹാവിലാൻഡ് വാമ്പയർ ജെറ്റുകൾ പറത്തിയ പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന ഖ്യാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഫോർസിത്ത് ജോലി ചെയ്തിരുന്നു. അന്വേഷണാത്മക എഴുത്തിനെ പരുവപ്പെടുത്തിയത് അവിടെ നിന്നാണെന്ന് ഫോർസിത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്റലിജൻസിൽ നിന്നും ഫെഡറിക് മാധ്യമപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. 1962 ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗല്ലയുടെ വധശ്രമം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 31-ാം വയസ്സിലായിരുന്നു ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ദ ഡേ ഓഫ് ദ ജാക്കൽ എന്ന് പേരിട്ട നോവൽ. വലതുപക്ഷ തീവ്രവാദികൾ ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗല്ലിനെതിരെ നടത്തിയ വധശ്രമമായിരുന്നു പ്രമേയം. 35 ദിവസം കൊണ്ടാണ് ഫെഡറിക് ഫോർസിത്ത് ദ ഡേ ഓഫ് ദ ജാക്കൽ പൂർത്തിയാക്കിയത്. 1971 പുറത്തിറങ്ങിയ നോവലിന്റെ 10 ദശലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. പൊളിറ്റിക്കൽ ത്രില്ലർ നോവൽ വിഭാഗത്തിൽ ഇന്നും ലോക ക്ലാസിക്കായി ഈ കൃതിയെ വിലയിരുത്തുന്നു. നോവൽ സിനിമയാക്കിയപ്പോൾ സൂപ്പർ ഹിറ്റുമായി. രഹസ്യാന്വേഷണ പരിശീലകരുടെ കൈപ്പുസ്തകമായി ദ ഡേ ഓഫ് ദ ജാക്കൽ ഇന്നും വായിക്കപ്പെടുന്നു. BBC-യിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നൈജീരിയയിലെ ആഭ്യന്തര യുദ്ധം റിപ്പോർട്ട് ചെയ്യാനായി അവിടെ എത്തി. 6 മാസത്തേക്കാണ് അദ്ദേഹത്തെ BBC നൈജീരിയയിൽ റിപ്പോർട്ടറായി നിയമിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വരാതെ അവിടെ തുടർന്ന് വംശഹത്യയുടെ ഭീകരത വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ BBC നിരസിച്ചതോടെ അദ്ദേഹം പടിയിറങ്ങാൻ തീരുമാനിച്ചു. മാധ്യമ മേലാളന്മാർ മൂടിവെക്കുന്ന സത്യങ്ങളെ ഒരു ഫിക്ഷനിലൂടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനാകും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നൈജീരിയയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരിട്ടറിഞ്ഞ ഫെഡറിക് 2 വർഷത്തിന് ശേഷം അവിടെ നിന്നും മടങ്ങി. നൈജീരിയയിലെ അനുഭവങ്ങൾ ശരിയുടെ പക്ഷത്തു നിന്നും അദ്ദേഹം എഴുതിയ നോവലാണ് ദ ബയാഫ്ര സ്റ്റോറി. ഫെഡറിക് ഫോർസിത്തിന്റെ ജനപ്രിയ നോവലുകളെക്കാൾ ദൈക്ഷണികത വെളിവാക്കുന്നതാണ് ഈ കൃതി. നൈജീരിയയുടെ ഒരു പ്രവിശ്യയാണ് ബയാഫ്ര. ഇവിടത്തെ ഇബ എന്നു പേരുള്ള ഗോത്രവർഗക്കാർ ഒരു ന്യൂനപക്ഷ സമുദായമാണ്. നൈജീരിയയിലെ ഉന്നതരായ ഹൗസ, ഫുലാനി എന്നീ വംശങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിനായി ഇബ ഗോത്രക്കാർ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. നൈജീരിയയ്ക്ക് ബ്രിട്ടനും ബയാഫ്രയ്ക്ക് ഫ്രാൻസും സഹായം നൽകി. ബയാഫ്രയിൽ കൂട്ടക്കൊലകൾ നടന്നു. കൊടിയ ദാരിദ്ര്യവും പകർച്ചവ്യാധികളും പടർന്നു. ഒടുവിൽ ബയാഫ്രക്കാരുടെ പരാജയത്തോടെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു. ഈ നോവലിൽ ഫെഡറിക് ഫോർസിത്ത് നിരത്തുന്ന മാനുഷിക ന്യായങ്ങൾ സത്യസന്ധമാണ്. ആഭ്യന്തര യുദ്ധങ്ങൾ അശാന്തമാക്കുന്ന വർത്തമാനകാലത്ത് ദ ബയാഫ്ര സ്റ്റോറിക്ക് പ്രസക്തിയേറുന്നു. തുടർന്ന് ദ ഒഡേസ ഫയൽ, ദ ഡോഗ്സ് ഓഫ് വാർ, ദ കിൽ ലിസ്റ്റ്, ദ ഫോക്സ് തുടങ്ങി ഒട്ടനവധി നോവലുകളുടെ ലക്ഷക്കണക്കിന് പ്രതികൾ
ലോകമെമ്പാടും വിറ്റഴിഞ്ഞു. ഇതിൽ ഭൂരിപക്ഷം നോവലുകളും സിനിമകളാക്കി. പല സിനിമകളും ബ്ലോക്ക് ബസ്റ്ററുകളുമായി. 2015 പ്രസിദ്ധീകരിച്ച ദ ഔട്ട്സൈഡർ മൈ ലൈഫ് ഇൻ ഇൻട്രിഗ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. തന്റെ എഴുത്തിനായി ഗോസ്റ്റ് റൈറ്ററുകളുടെയോ ഗവേഷണ സഹായികളെയോ അദ്ദേഹം ആശ്രയിച്ചിരുന്നില്ല. അറിഞ്ഞ കാര്യങ്ങൾ ഭാവനയിലൂടെ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ 25 നോവലുകൾ 30 ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. 75 ദശലക്ഷത്തിലധികം കോപ്പികൾ ഇതിനകം വിറ്റുപോയിട്ടുണ്ട്. ചാരന്മാരും സൈനികരും ഭരണത്തലവന്മാരും അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചു പഠിക്കുന്നു. ദ ഒഡേസ ഫയൽ മുതൽ ദ ഫിറ്റ്സ് ഓഫ് ഗോഡ് വരെയുള്ള അദ്ദേഹത്തിന്റെ നോവലുകളിൽ യുദ്ധകുറ്റകൃത്യങ്ങൾ, ആയുധക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, തീവ്രവാദ സഹായം എന്നിവ തുറന്നുകാട്ടുന്നു. ഭൗമരാഷ്ട്രീയത്തെ ആകർഷകമായ ഫിക്ഷനായും ഫിക്ഷനെ ഭൗമരാഷ്ട്രീയ ഉൾക്കാഴ്ചയായി മാറ്റിയ ജനപ്രിയ നോവലുകളുടെ എഴുത്തുകാരനാണ് വിട പറഞ്ഞ ഫ്രെഡറിക് ഫോർസിത്ത്.